ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 12-ാമത് വാക്യം. അവന്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള വചനമാണ്. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിനുള്ളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു ഭക്തൻ പറയുകയാണ്, ഞാൻ എത്രയും സൂക്ഷ്മതയോടെയാണ്, എത്രയും സുരക്ഷിതമായിട്ടാണ് എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിൻ്റെ വചനം സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു, സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന് ഓർപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ വചനം ഭക്തന്മാർ തങ്ങളുടെ ഹൃദയത്തിനകത്ത് നഷ്ടപ്പെട്ടു പോകാത്ത തലത്തിൽ മറ്റേതിനേക്കാളും പ്രാധാന്യതയോടെ സൂക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതുകൊണ്ടും അത് പ്രാണനെ തണുപ്പിക്കുന്നതുകൊണ്ടുമാണ് എന്ന് 19-ാം സങ്കീർത്തനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവയാണെന്നും അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണെന്നും ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെയും അത് നിർമ്മലമായതാണെന്നും അത് നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശം നൽകുന്നതാണെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളും ആ ഭാഗത്ത് കാണുവാൻ കഴിയുകയാണ്. മാത്രമല്ല, ദൈവത്തിൻ്റെ കൽപ്പനകൾ അത് പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവയാണ്, തേനിലും തേൻ കട്ടയിലും മധുരമുള്ളവയാണ് എന്നോർപ്പിക്കുകയാണ്. ഉപദേശങ്ങളും കൽപ്പനകളും നിയമങ്ങളും നിബന്ധനകളുമൊക്കെ കാറ്റിൽ പറത്തി ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ കാലത്ത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസക്തിയും അത് ഹൃദയത്തിന് നൽകുന്ന തണുപ്പും അത് നമുക്ക് നൽകുന്ന സന്തോഷവും നമ്മുടെ കണ്ണുകൾക്ക് നൽകുന്ന പ്രകാശവും അതിൻ്റെ ആഴങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പൊന്നിലും തങ്കത്തിലും പ്രധാനപ്പെട്ടവയാണ്, തേനിലും തേൻ കട്ടയിലും മധുരമുള്ളവയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം ഏറ്റവും ധന്യമായ തലത്തിൽ എത്തിച്ചേരുന്നു എന്ന് തിരുവചനങ്ങൾ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്, നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു എങ്കിൽ അത് നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നതും അത് നമ്മെ സന്തോഷിപ്പിക്കുന്നതും നമുക്ക് കണ്ണുകൾക്ക് വെളിച്ചം പകരുന്നതുമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാം. അതിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.
കരുണയുള്ള ദൈവമേ, ദൈവത്തിൻ്റെ വഴി തികവുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യത ഞങ്ങൾക്ക് കാത്തു സൂക്ഷിക്കുവാൻ ഊതിക്കഴിച്ച ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് പോകുവാനും അത് ഞങ്ങൾക്ക് തണുപ്പായി, അത് ഞങ്ങൾക്ക് സന്തോഷമായി, അത് ഞങ്ങളുടെ കണ്ണുകൾക്ക് പ്രഭയായി തീരുവാനിടയാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.